ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ ഞാൻ പറ്റിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2-3 ദിവസം വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ ഒന്നും 2-3 ദിവസമായിട്ട് കാണാനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ പഴനി യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോകൾ കേട്ടോ. സ്വരൂക്കുട്ടി ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ, ആ വീഡിയോകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് 3-4 ദിവസമായി നമ്മൾ വീഡിയോ എടുപ്പൊക്കെ നടത്തിയിട്ട്, നോയമ്പൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ അന്ന് ആ ദിവസത്തെ തന്നെ ആയിരുന്നു ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ അതിന് മുന്നൊക്കെ ഉള്ളത് എടുത്തു വെച്ചിരുന്നതാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. ഒത്തിരി 3-4-5 ദിവസമായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട്. പിന്നെ ഷോർട്ടൊക്കെ കണ്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ പഴനി യാത്രയായിരുന്നു. 3 ദിവസത്തെ പഴനി യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് നമ്മൾ തിരികെ വന്നു. ഇവിടെ കിടന്ന് ഈ കണ്ണനുമായിട്ട് ഞാൻ എപ്പോഴും വഴക്കൊക്കെ അടിക്കത്തില്ലേ. അവിടെ ആണെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേന് എനിക്കിട്ട് പണി തന്നു. 7 മണിക്കൂർ നീ അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞു. നീ അവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്, അപ്പം നീ അവിടെ ഇരിക്കുക, 7 മണിക്കൂർ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞു, എന്നിട്ട് നീ കണ്ടാൽ മതിയെന്ന് കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണനെ. അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കണ്ണനെ കാണാൻ പറ്റത്തുള്ളൂ നേരിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോഴതിന് എനിക്ക് ഇപ്പോഴായിരുന്നു സമയമായത്. നേരിട്ട് എൻ്റെ കണ്ണൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മളൊരു 7-8-7:30 ആയപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ഗുരുവായൂരായിരുന്നു സ്റ്റേ. 2ാമത്തെ ദിവസം നമ്മൾ പഴനിയിലായിരുന്നു കേട്ടോ. 3ാമത്തെ ദിവസം നമ്മൾ തിരികെ വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ചെന്ന് റൂമൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ കണ്ണനെ കാണാൻ പോയി. അവിടെ ചെന്ന് ആഹാരമൊന്നും കഴിക്കാതെ വൈകിട്ടായിട്ട് നമ്മൾ ചെന്നത്. അതും നോക്കിക്കാണും. കണ്ണൻ പണി തന്നത് എനിക്ക്. ആഹാരമൊന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചു, വൈകിട്ടൊന്നും കഴിക്കാതൊക്കെ നമ്മൾ കണ്ണനെ കാണാൻ പോയി. അപ്പോഴൊരു 7-7:30 ആയപ്പോഴത്തേനും അമ്പലത്തിനകത്ത് കയറി. അപ്പോൾ ക്യൂ ഇങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ക്യൂവിനകത്ത് നിന്നു. അപ്പോഴെന്തും വരട്ടേന്നും കരുതി ഞങ്ങളിങ്ങനെ ക്യൂവിനകത്ത് നിന്ന് പിന്നെ അപ്പോഴേ ഈ സെക്യൂരിറ്റിക്കാർ പറയും ഒരു സമയമാകുമ്പോൾ വരുമെന്ന് പറയും. പിറ്റേന്ന് രാവിലെ നമുക്ക് 3 മണി മുതലാണല്ലോ വീണ്ടും നമുക്ക് കണ്ണനെ കാണാനുള്ള ഒരു അവസരം വരുന്നത്. പുലരുമ്പോൾ നമുക്ക് പുലർച്ചെ കാണാനാണോ എന്ന് ചോദിക്കും. ഒത്തിരി പേരൊക്കെ പറയും അല്ല ഇപ്പം കാണാനാണെന്നേ. അന്നേരം അവർ സെക്യൂരിറ്റിക്കാർ പറയില്ല, ഒക്കത്തില്ല, സമയം കഴിഞ്ഞു, ഇത്രേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഇരിക്കുന്നവരിരുന്നോ, രാവിലെ നമുക്ക് പുലർച്ചെ കണ്ടിട്ട് പോകാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോകാമെന്ന് പറയും. ഒത്തിരി ആൾക്കാരങ്ങ് പോകും കേട്ടോ. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടും ക്യൂവിൽ. അങ്ങനെ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി. എന്തായാലും നമ്മളൊരു വെളുപ്പിന് 3 മണിയായപ്പോൾ നമ്മൾ കണ്ണനെ കയറി കണ്ടു കേട്ടോ. എപ്പോഴും ഞാൻ പുറത്തു നിന്നല്ലേ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം കണ്ണൻ്റെ അടുത്ത് നിന്ന് കാണാനുള്ളൊരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി. ഒത്തിരി സന്തോഷം എൻ്റെ കണ്ണൻ്റെ അടുത്ത് കേട്ടോ. എന്തായാലും സന്തോഷമുണ്ട് നമുക്ക് കണ്ണനെ കാണാൻ പറ്റിയതില്ല കേട്ടോ. ഞങ്ങളിവിടുന്ന് ഇപ്രാവശ്യം നമുക്ക് അകത്ത് കയറി കാണണം. ചിലർ അതിങ്ങനെ പുറത്തു നിന്ന് കണ്ടിട്ട് അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കാണണമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇവിടുന്ന് ആഗ്രഹിച്ച് പോയത്. അതുകൊണ്ട് പൊന്നീച്ച ഞാൻ അടിക്കും. വല്ലവരും വിചാരിക്കും ഞാൻ കുളിക്കാതെ ഇരിക്കുക, അന്ന് ഓടിക്കണം അവിടെ നിന്ന്. ഞാൻ ഇവിടെ കുളിച്ചിട്ട് വന്നിരിക്കുക. ചുമ്മാ ചെറിയൊരു പക്കിയുണ്ട് ഇപ്പം കേട്ടോ. ആ പക്കിയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ കണ്ണനെയൊക്കെ കണ്ടിട്ട് നമ്മളെ വീട്ടിൽ തിരിച്ചു വന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ മുരുകനെ കാണാനാണ് പോയത്. ആദ്യമായിട്ട് പോയ ഒരു ക്ഷേത്രമുണ്ട്, കേരള പളനി എന്ന് പറയുന്നൊരു ക്ഷേത്രം. അവിടെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും ഒരുപാട് പടി. എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇവിടെ കാലുവേദന എനിക്ക് വീടിൻ്റെ 2 സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്ത ഞാൻ 1008 പടി കയറിയാണ് വന്നത്. അപ്പോഴെന്നെ മുരുകസ്വാമി അനുഗ്രഹിച്ചായിരിക്കും വിട്ടത് കേട്ടോ. അതൊരു വലിയ അത്ഭുതം തന്നെയാണെന്നും പറഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചിട്ടാണ് പോയി. അത്രയ്ക്ക് നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തില്ലേ കാലുവേദന നടക്കാൻ വയ്യാന്ന്. ഇതേ കാല് തുറുവിൻ്റെ അത്രയുണ്ട് ഇപ്പം. എന്നാലും വേണ്ടിയല്ല, ഞാൻ എല്ലാവരെയും പോയി കണ്ടു. ഒരു സന്തോഷമുണ്ട് കേട്ടോ.
ഗുളിക കഴിച്ചിട്ടാണ് പോയ വേദനയ്ക്കുള്ളത്. ഓരോ ദിവസം രാത്രി ഇങ്ങനെ കഴിച്ചിട്ട് എന്നിട്ട് മൂന്ന് ഗുളിക കഴിച്ചിട്ട് പോയി. ഗുളിക കഴിക്കുന്ന അത്ര ഇതല്ല വേദനയ്ക്കുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് അവിടെ പോകണമെന്ന് നമ്മൾ വ്രതമൊക്കെ എടുത്തതല്ലേ. അപ്പോഴാണ് എനിക്കങ്ങ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും, ഞാൻ എങ്ങനെ കയറും എന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് കരച്ചിലായിരുന്നു. ഇവർ തന്നെ പറയും ഇതിനെയും കൊണ്ട് എങ്ങനെ പോകും. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. നമ്മൾ ഡേറ്റും കൊടുത്തു, വണ്ടിക്കാരോടും പറഞ്ഞു. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു വേദന പോലും എനിക്ക് ദൈവം തന്നില്ല കേട്ടോ. അപ്പോഴൊന്നും എനിക്കിത് കാലുവേദനയാണ്. ഞാൻ അങ്ങ് അത്ഭുതം പറയായിരുന്നു. ദൈവമേ, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അത്രയും പടി കയറിയല്ലോ എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതം കേട്ടോ. ഈ നിമിഷങ്ങൾ ദൈവം എനിക്ക് എൻ്റെ കാലുവേദന എനിക്ക് കേട്ടോ വന്നില്ല ഇതുവരെ. ഗുളിക ഞാൻ നിർത്തി, ഗുളിക വേണ്ടാന്ന് വെച്ചു. അപ്പോൾ കാലിൽ നല്ല നീരൊക്കെ ഉണ്ട്, 2 കാലും തുറപോലെ ഇരിക്കുക കേട്ടോ, മരം പോലെ ഇരിക്കുമായിരുന്നു. അപ്പോഴെന്തായാലും അവിടെയും കയറി. കേരള പളനി എന്ന് പറയുന്നത് പുതിയ അമ്പലമാണെന്ന് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കേട്ടോ. നല്ല രസമാണ്. മേളിൽ നിന്ന് താഴോട്ട് നോക്കണം, ഒത്തിരി പടി, എത്ര പടിയൊന്നും ഞങ്ങൾ എണ്ണിയില്ല കേട്ടോ. അവിടെയും പോയി. പിന്നെ നമ്മൾ അവിടുത്തെ ഗുരുവായൂരെ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ റൂമിൽ വെച്ചിട്ട് പോയത് കൊണ്ട് ഒട്ടും നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ പഴനിയിൽ ഇപ്പോഴും അവിടെ എന്താ മൊബൈൽ ഫോണൊന്നും അതുകൊണ്ടും റൂമിൽ വെച്ചിട്ടാണ് പോയി അവിടുത്തെ. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോയ്ക്കകത്തുകൊണ്ട് പഴനിയിലെ നമ്മുടെ സ്വർണ്ണരഥമൊക്കെ ഞാൻ അതിട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ആ യാത്രയിൽ ഞങ്ങൾ പോയപ്പോൾ അപ്പോഴും മൊബൈലൊക്കെ കൊണ്ട് കയറായിരുന്നു. സ്വർണ്ണരഥമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. പക്ഷെ ഒരു തൊടാൻ അനുവാദം തരത്തില്ല. നമ്മളിങ്ങനെ തൊടാൻ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നമ്മൾ തൊഴത്തില്ല. അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഒരു കൈ തട്ടി മാറ്റി. അതൊന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല കേട്ടോ. സ്വർണ്ണരഥം നല്ല രസമാണ് സ്വർണ്ണരഥം കേട്ടോ. അതും ആ സമയത്ത് നമ്മൾ ദീപാരാധന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കേട്ടോ. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എന്തായാലും കയറിപ്പോയി. ഞാൻ 2 മല്ലന്മാരെയും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇടവും വലും നമ്മുടെ പപ്പയും മോനും കഷ്ടം പാവത്തിങ്ങളെ 2 കയ്യിൽ തന്നെ. ഒരാൾ ഒന്ന് കൈ കുഴയുമ്പോൾ അടുത്ത ആൾ. എനിക്ക് അല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. പടി ഇറങ്ങാനും അതിന് ഒരാളുടെ സഹായം ഇല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ കാലിനും മുട്ടിന് ഭയങ്കര വേദനയാണ്. എനിക്കങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ എന്തായാലും പടി കയറാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾ കൈ കഴിക്കുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെ 2 മല്ലന്മാരും കൂടെ തന്നെ പടിയിൽ കയറ്റി. പിന്നെ നമ്മുടെ മുരുകസ്വാമി അനുഗ്രഹിച്ചു കേട്ടോ. നമ്മൾ സത്യം. അപ്പോൾ അവിടെയും പോയി. പിന്നെ എവിടെ നമ്മൾ മധുര മീനാക്ഷി കോവിലും പോയി. കഴിഞ്ഞ വർഷം അവിടെ ചെന്നപ്പം കല്യാണമായിരുന്നു. എന്തായി ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ കല്യാണം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് കല്യാണമായതുകൊണ്ട് നമുക്ക് മീനാക്ഷി അമ്മയെ കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും എല്ലായിടത്തും നമ്മുടെ ക്യൂവിൽ നിന്ന് മധുര മീനാക്ഷി അമ്മയെ കണ്ടു കേട്ടോ. പിന്നെ തിരുപ്പുറക്കുണ്ട്, അതാണ് ഞാൻ ഷോർട്ട് ഇട്ടത്. അതാണ് വലിയ, നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഇവരല്ല എനിക്കറിയത്തില്ല. ഈ പാറയുടെ മേളിലൊക്കെ എന്തിനാ ചെന്നിരുന്നേന്നാണ് എനിക്കിപ്പോൾ സംശയം. നമ്മളൊക്കെ എന്തോ പാപം ചെയ്തിട്ടാ ഇവരെയൊക്കെ അവിടെ പോയി കാണുന്നത്. സത്യമായിട്ട് ഇവർ ഇരിക്കുന്നത് മൊത്തം പാറയുടെ മുകളിൽ. നമ്മളിങ്ങനെ തിരുപ്പുറക്കൊണ്ട് ആ ക്ഷേത്രം ഉണ്ടല്ലോ, ഒറ്റ വെളിയിൽ നിന്ന് നോക്കിയാൽ ഒറ്റ ഒരു പാറയാണ്. അകത്ത് നമ്മൾ കയറി എനിക്കൊന്ന് മേളിലറ്റം, പാറയുടെ മേളിലറ്റമായിരിക്കും. പക്ഷെ എനിക്കറിയത്തില്ല കേട്ടോ. ഈ തൂണിലും എന്തെല്ലാം വിഗ്രഹങ്ങളാണ്. ഒറ്റ പാറയാണെങ്കിലും ആ പണ്ട് കാലത്ത് ചെയ്ത് മനുഷ്യരെ സമ്മതിക്കണം. ഇപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എന്തെല്ലാം മെഷീൻ്റെ സഹായത്തോടെയാണ്. അന്നെല്ലാം ഇങ്ങനെ കൊത്തുപണികളായിരുന്നു കേട്ടോ. കൈ വെച്ചിങ്ങനെ കൊത്തി അവരെന്തെല്ലാം രൂപങ്ങളാക്കി എല്ലാം ഒന്ന് കാണേണ്ട കാഴ്ച. പക്ഷെ അതൊന്നും നമുക്ക് മൊബൈലിനകത്ത് പകർത്താനൊക്കത്തില്ല. എല്ലായിടത്തും ഇങ്ങനെ മൊബൈൽ കർശനമായിട്ട് നിരോധിച്ചേക്കും. അതുകൊണ്ട് എങ്ങും നമുക്ക് കാണാം, ഒന്നും നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. അവിടെ തിരുപ്പുറക്കുണ്ടം അവിടുത്തെ നമുക്കൊന്നും എടുക്കാം. വെളിയിലത്തെയില്ല ഷോർട്ട് ഇട്ടിരുന്നേ. ഗുരുവായൂർ നമുക്കൊക്കത്തില്ലായിരുന്നു. പഴനിയിൽ ഇപ്രാവശ്യത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം നമ്മൾ മൊബൈൽ പുറത്ത് സൂക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പം പോകുന്നത്. അങ്ങനെയൊക്കെ അതുകൊണ്ടായിട്ടോ 2-3 നടത്തിയൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം നടക്കുന്ന നമുക്ക് തൃശ്ശൂർ വടക്കുന്ന അവിടെയും ചെന്നു. ആദ്യമായിട്ട് വലിയ അമ്പലം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ചേച്ചിയൊക്കെ അവിടെയാണെന്ന് തോന്നുന്നു, തൃശ്ശൂരൊക്കെയാണെന്ന് തോന്നുന്നു. 19-ാം തീയതി അല്ലേ ഉത്സവം. അപ്പോഴതിനു വേണ്ടി എന്തൊക്കെയോ എന്ത് ഫ്ലവർ ഷോ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കേട്ടോ. കിഴക്കും അപ്പുറത്തും 2ഇടത്തും ഉണ്ടല്ലോ അമ്പലം. നല്ല രസം കേട്ടോ. ഞങ്ങൾക്ക് അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെല്ലുന്ന നമുക്കൊക്കെ അതൊക്കെ ഒരു അത്ഭുതം. അങ്ങോട്ട് പോകുമ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ
അടിപൊളി ക്ഷേത്രങ്ങളാകട്ടെ. അതൊക്കെ നമ്മളൊന്ന് പോയി മക്കളെയും കൊണ്ട് പോയി ഇങ്ങനെയൊക്കെ ഒന്ന് തോന്നും. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലല്ലേ കുത്തിയിരിക്കുന്നത്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു നമ്മുടെ മക്കളെയും കൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും പോയി എല്ലാം കാണണം കേൾക്കണം അല്ലേ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോഴും ഇപ്രാവശ്യത്തെ യാത്രയും ഞങ്ങൾ നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മുടെ മുട്ടക്കുട്ടന്മാർ 5-6 പേരുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ മുട്ടയടിച്ചിട്ട് ഒരു 5-6 മുട്ടയുടെ ഭയങ്കര ഡാൻസും ഒക്കെ ആയിരുന്നു. സന്തോഷമായിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. അവിടെ വീട് ഇന്നും ഇച്ചിരിയൊക്കെ അവിടത്തെയൊക്കെ അമ്പലത്തിലെയൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉള്ളു. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ കാണിക്കാം. ഒത്തിരി സമയം വീഡിയോ ഒക്കെ എടുത്തിട്ട് കേട്ടോ, എടുത്തു വെച്ചിരുന്നത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നതാണ് ഞാൻ കേട്ടോ. നൊയമ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഭക്ഷണങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. മത്സ്യമാംസാദികളൊക്കെ നമ്മൾ ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ നിർത്തില്ല കേട്ടോ, നേരത്തെ ഉള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുപ്പ് അങ്ങോട്ടും വന്ന് കൂട്ടാവും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും കേട്ടോ. 3 ദിവസം കൊണ്ട് ഇവിടെ ഇല്ലാതെ അതുകൊണ്ടാണ്. അത് നമ്മളെന്താ വീഡിയോ കണ്ടിട്ട് വേണ്ടി കമൻ്റൊക്കെ ഇടാൻ, അല്ലെങ്കിൽ പിന്നെ വെറുതെ പൊട്ടന്മാർ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒട്ടും ഒക്കത്തില്ല കേട്ടില്ലേ. സൗണ്ടും ആ സിനിമയൊന്നും കണ്ടില്ല ഞാൻ, ഫുള്ളേ ഉറക്കമായിരുന്നു. നമ്മുടെ അണ്ണൻ എന്തെങ്കിലും പ്രത്യേകതരമായ കാഴ്ചകളൊക്കെ കാണും, എന്നെ തട്ടിയുടത്ത് അന്നേരമാണ് ഞാൻ കണ്ണു തുറന്ന് പുറത്തോട്ട് നോക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, എന്താ മലകളും വയലുകളും അതൊക്കെ കാണുമ്പോൾ നമ്മുടെ അണ്ണൻ വിളിക്കും കേട്ടോ. അതൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫുള്ളേ ഞാൻ ഉറക്കം, എത്ര ദിവസത്തെ ഉറക്കക്ഷീണമായിരുന്നെന്നറിയാമോ. അപ്പോൾ നമുക്ക് കുഞ്ഞു വീഡിയോ ഒക്കെയാണ്. അമ്പലത്തിൻ്റെ വിശേഷങ്ങളും പോയ വിശേഷങ്ങളും ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ എന്താ നമ്മുടെ അവിടുത്തെയൊക്കെ ആഹാരങ്ങൾ എന്താ വേറെ രീതിയിലുള്ളതില്ല, ഞാൻ അതൊന്നും എടുത്തില്ല. കുറച്ച് അമ്പല വിശേഷങ്ങൾ പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോക്കകത്ത് കേട്ടോ.